പ്രിയമുള്ളവരെ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കോഴ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ +2 സയൻസിന് ശേഷം ചേരാവുന്ന കോഴ്സുകളും അവയുടെ സാധ്യതകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്യൂർ സയൻസ് കോഴ്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു കാലത്ത് കുട്ടികളുടെ പ്രധാനപ്പെട്ട ഡ്രീം കോഴ്സുകൾ എന്ന് പറയുന്നത് +2 സയൻസ് കഴിഞ്ഞാൽ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ട്രെൻഡ് മാറിയിരിക്കുന്നു. പ്യൂർ സയൻസ് കോഴ്സുകളായിട്ടുള്ള BSc ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ് പോലെയുള്ള കോഴ്സുകളിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സുകളുടെ ഡിമാൻഡും കൂടിയിരിക്കുന്നു. മാത്രമല്ല, പുതുതായി കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ MSc അതുപോലെ തന്നെ BS MS പ്രോഗ്രാമുകളും ആരംഭിച്ചിരിക്കുന്നു പല യൂണിവേഴ്സിറ്റികളും അല്ലെങ്കിൽ മികച്ച സ്ഥാപനങ്ങളും. ഫിസിക്സിൻ്റെ സാധ്യതകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഫിസിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നോ. നമ്മുടെ കഴിവുകൾ ആ കോഴ്സിന് യോജിക്കുന്നതാണോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഒരു ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ആവശ്യം വേണ്ട ചില പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ സ്കില്ലുകളാണ്, അല്ലെങ്കിൽ നൈപുണ്യ ശേഷികളാണ്. ഒന്ന്, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം അവന്. അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റി, കാര്യകാരണ സഹിത ബന്ധം കണ്ടെത്താൻ കഴിയണം. ന്യൂമറിക്കൽ സ്കില്ല് വേണം. അത്യാവശ്യം മാത്തമാറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഫിസിക്സിലേക്ക് പോകാവൂ. അതുപോലെ പ്രാക്ടിക്കൽ സ്കില്ലുകൾ ആവശ്യമുണ്ട്. പ്രായോഗിക പരിജ്ഞാനം, ഒരു പരീക്ഷണം നടത്താനും അതിൻ്റെ ഫലങ്ങൾ അനലൈസ് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് വേണം. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഉപകരണങ്ങൾ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് വേണം. മറ്റൊന്ന്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതിൻ്റെ ടെക്നിക്കൽ ലാംഗ്വേജ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെയും ഓരോ പാർട്സിൻ്റെയും എല്ലാം ടെക്നിക്കൽ ലാംഗ്വേജ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. അതുപോലെ തന്നെ ഇന്ന് ഫിസിക്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ICT അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടർ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഇനി ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സാധ്യതകളാണ് നമ്മൾ മുമ്പിലുള്ളത്? ഗവൺമെൻറ് സെക്ടറിലേക്ക് നമുക്ക് പോവാം. UPSC എക്സാം വഴി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം നടത്തുന്നത് വഴി നമുക്ക് വിവിധ ജോലികളിലേക്ക്, കേന്ദ്ര ഗവൺമെൻറ് ജോലികളിലേക്ക് നമുക്ക് പോവാം. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ അഥവാ SSC നടത്തുന്ന പരീക്ഷകൾ വഴി വിവിധ ജോലികളിൽ പ്രവേശിക്കാം. IFSൽ പോവാം. അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകളിൽ KPSC അഥവാ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വിവിധ പരീക്ഷകൾ എഴുതാം. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിഫൻസ് സർവീസ് മേഖലകളിലേക്കും ഫിസിക്സ് കഴിഞ്ഞ ആളുകൾക്ക് പോവാം. ഇനി ചില ജനറൽ കാരിയേഴ്സ് ആണ്. ടാക്സ് അസിസ്റ്റൻ്റ് ആവാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആവാം, ഗ്രേഡ് 3 ആൻഡ് കമ്പൈലർ എക്സാം എഴുതാം. IT സെക്ടറിലേക്ക് പോവാം, IT മേഖലകളിലേക്ക് പോവാം ഫിസിക്സ് കഴിഞ്ഞ ആളുകൾക്ക്. അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലേക്ക് പോവാം. ഇത് ഫിസിക്സ് മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഡിഗ്രി കഴിഞ്ഞ പലർക്കും പോവാവുന്നതാണ്. അതുപോലെ തന്നെ BSc ഫിസിക്സ് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സീനിയർ സൂപ്പർവൈസറായും കൊണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ അപ്രൻറ്റീസ് എക്സാം എഴുതാം. മറ്റൊരു മേഖല ടീച്ചിങ് മേഖലയാണ്. ലോവർ ക്ലാസ്സുകൾ മുതൽ ഹൈസ്കൂൾ തലങ്ങൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ MSc കഴിഞ്ഞ് MSc BEd കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി മേഖലയിൽ പഠിപ്പിക്കാം, കോളേജ് ലെവലുകളിൽ പഠിപ്പിക്കാം. ധാരാളം ഓപ്പർച്യൂണിറ്റീസാണ് ടീച്ചിങ് മേഖലയിലും ഫിസിക്സ് കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ MSc ഫിസിക്സ് കഴിയുകയാണെങ്കിൽ ധാരാളം സ്ഥാപനങ്ങളുണ്ട് ഗവേഷണങ്ങൾ നടത്താൻ. മാത്രമല്ല, അവിടെ ധാരാളം കരിയർ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അത്തരത്തിലുള്ള ചില സ്ഥാപനങ്ങളാണ് ഒന്ന് ബാർക്ക് അഥവാ ഭാഭ ആറ്റമിക് റിസർച്ച് സെൻറ്റർ, അതുപോലെ ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, ISRO പല കുട്ടികളുടെയും സ്വപ്ന മേഖലയാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതുപോലെ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അഹമ്മദാബാദിലുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ന്യൂഡൽഹിയിലുള്ള ന്യൂക്ലിയർ സയൻസ് സെൻറ്റർ, കൊൽക്കത്തയിലുള്ള സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. ഇവിടേക്ക് ധാരാളം ഗവേഷണ സാധ്യതകളുണ്ട് ഫിസിക്സ് കഴിഞ്ഞാൽ. ഫിസിക്സ് കഴിഞ്ഞാൽ പോകാവുന്ന പ്രത്യേക ജോലികളാണ്. ഒന്ന്, ടീച്ചിങ് മേഖലയിലേക്ക് പോവാം. മറ്റൊന്ന്, റിസർച്ചിലേക്ക്, ഗവേഷണത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് അങ്ങനെ സയൻറ്റിസ്റ്റുകളായി മാറാം, അനലിസ്റ്റ് ആവാം, ജിയോഫിസിസ്റ്റ് ആവാം. അതുപോലെ തന്നെ ഫീൽഡ് സീസ്മോളജിസ്റ്റ്, ഭൂകമ്പങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാം. മെഡിക്കൽ ഫിസിസ്റ്റ് ആവാം, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ പ്രാക്ടീഷണർ ആവാം, സയൻറ്റിസ്റ്റ് ആവാം,
സയൻറ്റിഫിക് ലബോറട്ടറി ടെക്നീഷ്യൻ ആവാം, മെട്രോളജിസ്റ്റ് ആവാം, കാലാവസ്ഥാ നിരീക്ഷകനാവാം. ഇൻ്റർനാഷണൽ ലെവലിലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പേറ്റന്റ് അറ്റോർണി ആവാം, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി മാനേജർ ആവാം, ടെക്നിക്കൽ ഓതർ ആവാം, സാറ്റലൈറ്റ് എഞ്ചിനീയർ ആവാം, ആസ്ട്രോഫിസിക്സിലേക്ക് പോവാം, സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആവാം, ക്ലിനിക്കൽ സയൻറ്റിസ്റ്റ് ആവാം, സയൻസ് ജേർണലുകളിലൊക്കെ എഴുതുന്ന ആളാവാം, കോസ്റ്റൽ സയൻറ്റിസ്റ്റ് ആവാം, സൗണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോവാം, ഗ്രാവിറ്റി റിസർച്ചർ ആവാം, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവാം, ലേസർ ഫ്യൂഷൻ സയൻറ്റിസ്റ്റ് ആവാം, വെതർ ഫോർകാസ്റ്റർ ആവാം, മെറ്റീരിയൽ സയൻറ്റിസ്റ്റ് ആവാം, ടെക്നോ മാർക്കറ്റർ ആവാം, പ്രാക്ടിക്കൽ ഫിസിസ്റ്റ് ആവാം, എഞ്ചിനീയറിംഗ് ഫിസിസ്റ്റ് ആവാം, മറൈൻ ജിയോ ഫിസിസ്റ്റ് ആവാം. അപ്പം ഇങ്ങനെ ധാരാളം മേഖലകളുണ്ട്. സ്വകാര്യ മേഖലയിലും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഫേംസിൽ, അതുപോലെ പവർ ജനറേഷൻ മേഖലയിൽ, ആർക്കിയോളജി ബോഡീസിൽ, മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ, മരുന്ന് നിർമ്മാണ കമ്പനികളിൽ, MRI മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനികളിൽ, ഡിഫൻസ് ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന കമ്പനികളിൽ, ഇൻസ്ട്രുമെൻറ്റേഷനിൽ, സോളാർ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റത്തിൽ, വാക്യൂം ബേസ്ഡ് ടൂൾസ് ഉണ്ടാക്കുന്ന കമ്പനികളിൽ, സർവീസ് ആൻഡ് മെയിൻ്റനൻസിൽ, ഡിസ്പ്ലേസിൽ, അതുപോലെ തന്നെ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്നതിൽ, സെൻസേഴ്സ്, ബയോസെൻസേഴ്സ്, ലേസർ ബേസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനികളിൽ, റിന്യൂവബിൾ എനർജി മാനേജ്മെൻറ്റ് മേഖലയിൽ, മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിൽ, അതുപോലെ തന്നെ പൊല്യൂഷൻ മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ മേഖലയിൽ, LSI, VLSI, ASIC ചിപ്പുകൾ നിർമ്മിക്കുന്നതിൽ, ഡിസൈൻ ചെയ്യുന്നതിൽ, ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ധാരാളം വ്യവസായ മേഖലകളുണ്ട് അവിടെ. ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ, IT മേഖലയിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എൻവയൺമെൻറ്റൽ ഇൻഡസ്ട്രിയിൽ, ഫിനാൻഷ്യൽ സർവീസിൽ, അതുപോലെ തന്നെ ലീഗൽ മേഖലകളിൽ, ട്രാൻസ്പോർട്ട് യൂട്ടിലിറ്റി മേഖലകളിലൊക്കെ സ്വകാര്യ മേഖലയിലും ഫിസിക്സ് കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. BSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് MSc ലെവലിൽ അതിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അപ്ലൈഡ് ഫിസിക്സ്, ആസ്ട്രോഫിസിക്സ്, ഫോട്ടോണിക്സ്, ജിയോ ഫിസിക്സ്, മറൈൻ ഫിസിക്സ്, ബയോഫിസിക്സ്, നാനോ ഫിസിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, ഹൈ എനർജി ഫിസിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, തിയററ്റിക്കൽ ഫിസിക്സ്, മെറ്റീരിയൽ ഫിസിക്സ്, ഒപ്റ്റിക്കൽ ഫിസിക്സ്, മെഡിക്കൽ ഓർ ഹെൽത്ത് ഫിസിക്സ്, മോളിക്കുലാർ ഫിസിക്സ്, പ്ലാസ്മ ഫിസിക്സ്, ഫ്ലൂയിഡ് ഫിസിക്സ്, ഫൈബർ ഒപ്റ്റിക്കൽ ഫിസിക്സ്, ഇങ്ങനെ ധാരാളം സ്പെഷ്യലൈസേഷൻസ് MSc ലെവലിലുണ്ട്. ഇനി എവിടെ ഫിസിക്സ് പഠിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT കാൺപൂർ. അവിടെ 4 വർഷത്തെ BSc ഫിസിക്സ് ആണ്. JEE അഡ്വാൻസ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രവേശനം. മറ്റേതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഇവിടെയും 4 വർഷത്തെ BSc ഫിസിക്സ് ആണ്. KVPY എക്സാം, അതുപോലെ തന്നെ JEE എക്സാമിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടുത്തെ പ്രവേശനം. മറ്റേതാണ് IIST തിരുവനന്തപുരം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ 4 വർഷത്തെ BTech ഫിസിക്കൽ സയൻസ് ആണ്. JEE അഡ്വാൻസ്ഡ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവേശനം. മറ്റു സ്ഥാപനങ്ങളാണ് IIT ബോംബെ, ഡൽഹി, ഗുവാഹത്തി, മദ്രാസ്. ഇവിടെ 4 വർഷത്തെ BTech എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്. JEE അഡ്വാൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ. ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് ധൻബാദിലുള്ള ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, ഇവിടെ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc അപ്ലൈഡ് ഫിസിക്സ് ആണ്. JEE അഡ്വാൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളിലേക്ക് പോകുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് BScയും MScയും അതുവഴി കിട്ടുന്നു. മാത്രമല്ല BSc കഴിഞ്ഞാൽ പിന്നെ ഒരു MSc അഡ്മിഷന് വേണ്ടി അലയേണ്ട ആവശ്യവുമില്ല. അതുപോലെ തന്നെ രാജ്യത്തുള്ള വിവിധ ഐസേഴ്സ്, ഇവിടേക്ക് 5 വർഷത്തെ BSMS കോഴ്സുകളുണ്ട്. KVPY, അതുപോലെ തന്നെ JEE, അതുപോലെ ഇവരൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും, ഐസർ, ഇൻസ്പയർ സ്കോളർഷിപ്പ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ അഡ്മിഷൻ. മറ്റൊരു സ്ഥാപനമാണ് ഭുവനേശ്വറിലുള്ള നൈസർ. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്കൽ സയൻസ് കോഴ്സാണുള്ളത്, 5 വർഷത്തെ. നെസ്റ്റ് എന്ന പേരിലുള്ള എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അഡ്മിഷൻ. മറ്റൊരു സ്ഥാപനമാണ് IIT ബോംബെ. ഇവിടെ നമുക്ക് ഡ്യുവൽ ഡിഗ്രി കിട്ടും, MTech ഫിസിക്സ്, 5 വർഷത്തെ കോഴ്സാണ്. JEE എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ. IIT മദ്രാസ്, ഇവിടെയും 5 വർഷത്തെ BSMS ഫിസിക്സ് ആണ്. JEE അഡ്വാൻസ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്, ബിറ്റ്സ്, പിലാനി, ഗോവ, ഹൈദരാബാദ്, ഇവിടേക്കുള്ള സെൻറ്റേഴ്സിൽ 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് കോഴ്സ് ഉണ്ട്. ഹോണേഴ്സ് ആണ്. ബിറ്റ്സ് അഡ്മിഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രവേശനം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് കോഴ്സ് ഉണ്ട്, 5 വർഷത്തെയാണ്. അവർ നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ. ഖരഗ്പൂർ IIT
5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്സ് കോഴ്സ് നടത്തുന്നുണ്ട്. JEE അഡ്വാൻസ് സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ. കേരളത്തിലെ ക്യുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, MSc ഫോട്ടോണിക്സ് 5 വർഷത്തെ കോഴ്സാണ്, ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. ക്യുസാറ്റ് കാറ്റ് എന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. അപ്പോൾ ഇത്രയുമാണ് ഫിസിക്സിനെ കുറിച്ച്. ദെൻ മറ്റൊരു പ്യുവർ സയൻസ് കോഴ്സാണ് മാത്സ്. BSc മാത്സിന് അത്യാവശ്യം വേണ്ട പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ്. ഒന്ന് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വേണം നമുക്ക്. അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റി വേണം. കാര്യകാരണ സഹിത ബന്ധം കണ്ടെത്താനുള്ള കഴിവ് വേണം. ന്യൂമറിക്കൽ സ്കില്ല് വേണം. നമ്പറുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ ഇന്ന് അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു സ്കില്ലാണ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം. കമ്പ്യൂട്ടർ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. മാത്സ് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ജോലിയുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആക്ച്വറിയൽ സയൻസ്. എന്താണ് ആക്ച്വറിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ? ഡെത്ത്, ഇഞ്ചുറി, അതുപോലെ ഡിസബിലിറ്റി, പ്രോപ്പർട്ടി ലോസ്, ഇവയുടെയൊക്കെ സാധ്യതകൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഇൻഷുറൻസ് ഡിസൈൻ ചെയ്യാം, പെൻഷൻ പ്ലാനുകൾ ഡിസൈൻ ചെയ്യുക. ഇതൊക്കെയാണ് ആക്ച്വറിയൽ സയൻസിൽ വരുന്ന വിവിധ ജോലികൾ. ടീച്ചിങ് മേഖലയിൽ കണക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ സ്വകാര്യ മേഖലയിലടക്കം ട്യൂഷൻ മേഖലയിലടക്കം ടീച്ചിങ്ങിന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. കോച്ചിങ് മേഖലകളിലൊക്കെ ടീച്ചിങ്ങിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് മാത്സ് കഴിഞ്ഞാൽ. ഓപ്പറേഷൻസ് റിസർച്ച് അനലിസ്റ്റ് ആയതുകൊണ്ട്, സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയതുകൊണ്ടെല്ലാം തിളങ്ങാം. റിസർച്ച് സയൻറ്റിസ്റ്റ് ആവാം, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആവാം, എക്കണോമിസ്റ്റ് ആയിരിക്കാം, റോബോട്ടിക്സ് എഞ്ചിനീയർ ആവാം, ജിയോ ഫിസിക്കൽ മാത്തമെറ്റീഷ്യൻ ആവാം, ഡിസൈനർ ആവാം. ഇനി നേരത്തെ ഫിസിക്സ് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ വിവിധ പൊതുമേഖലാ ജോലികളിലേക്ക് പ്രവേശിക്കാം. UPSC വഴി, SSC വഴി, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാം വഴി, പൊതുമേഖലാ ബാങ്കുകളിൽ, അതുപോലെ തന്നെ KPSC, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി, ഇന്ത്യൻ ഡിഫൻസ് സർവീസ് മേഖലകളിലെല്ലാം പോവാം. അതുപോലെ തന്നെ ജനറൽ കരിയേഴ്സ് ആയിട്ടുള്ള ടാക്സ് അസിസ്റ്റന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ബാങ്കിങ് മേഖലയിൽ, IT മേഖലയിൽ, ടീച്ചിങ് മേഖലയിലേക്കും എല്ലാം പോവാം. മാത്സ് പഠിക്കാവുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. തമിഴ്നാട്, ജാർഖണ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവിടെ BSc ഓണേഴ്സ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഐസറുകൾ, ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സ് നടത്തുന്നുണ്ട്. നൈസർ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബിറ്റ്സ്, ക്യുസാറ്റ് MSc മാത്തമാറ്റിക്സ് കോഴ്സ് നടത്തുന്നുണ്ട്. അഡ്മിഷൻ ക്യുസാറ്റിൻ്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഥവാ CAT ടെസ്റ്റിൻ്റെ സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ISI പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. NBHM, നാഷണൽ ബോർഡ് ഓഫ് ഹയർ മാത്തമാറ്റിക്സ്, NBHM മുംബൈയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജിക്ക് കീഴിലുള്ളതാണ് ഈ സ്ഥാപനം. സ്കൂൾ ഓഫ് മൈൻസ്, ധൻബാദ്, ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ്, ധൻബാദ്. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചെന്നൈയിലുള്ള ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതെല്ലാം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. BSc മാത്സ് കഴിഞ്ഞാൽ മത്സര പരീക്ഷകളാണ് JAM, കുസാറ്റ്, കാറ്റ് ടെസ്റ്റ്. MSc മാത്സിന് ശേഷം ജസ്റ്റ് JRF നെറ്റ് പരീക്ഷകൾ എഴുതാം, ഗേറ്റ് പരീക്ഷ എഴുതാം. അങ്ങനെ ഗവേഷണ മേഖലയിലേക്കും ടീച്ചിങ് മേഖലയിലേക്കൊക്കെ പോവാം. അപ്പോൾ ഇത്രയുമാണ് മാത്തമാറ്റിക്സിനെ കുറിച്ച്. ദെൻ കെമിസ്ട്രിയിലേക്ക് പോവാം. കെമിസ്ട്രി പഠിക്കാനുള്ള ചില പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണ്. ഒന്ന് അനലിറ്റിക്കൽ നേച്ചർ, അപഗ്രഥന ശേഷി വേണം. ടീം ഓറിയൻറ്റേഷൻ, ഒരു ടീമായി വർക്ക് ചെയ്യാൻ കഴിയണം. ക്രിയേറ്റിവിറ്റി വേണം. അറ്റൻറ്റീവ്നെസ്, വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം ലാബിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത്. മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും വേണം. കെമിസ്ട്രിയിലും അത്യാവശ്യം മാത്തമെറ്റിക്സ് വരുന്നുണ്ട്. പേഷ്യൻസ് ആൻഡ് ക്യൂരിയോസിറ്റി, വളരെയധികം ക്ഷമ വേണം, ജിജ്ഞാസ വേണം എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത്. കെമിസ്ട്രി കഴിഞ്ഞാലുള്ള ജോലിയുടെ സ്വഭാവം, കെമിസ്റ്റുകൾ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ലാബുകളിലാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റുകളിലാണ് പ്രവർത്തിക്കേണ്ടത്. പലപ്പോഴും പോയിസണസ് ആയിട്ടുള്ള, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുമായിട്ടാണ് ഇടപഴകേണ്ടി വരിക. അതുപോലെ പലപ്പോഴും രാത്രിയോ പകലോ ഭേദമല്ലാതെ ജോലി ചെയ്യേണ്ടി വരാം. ഒരു പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ ഹൈപ്പോത്തസിസിൽ എത്തിച്ചേരുന്നതിനോ വേണ്ടിയിട്ട് നീണ്ട പരീക്ഷണങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുള്ള ക്ഷമ വേണം ഒരു കെമിസ്റ്റിന്. പൊതുമേഖലയിലുള്ള ജോലി സാധ്യതകൾ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് മേഖലകളിലുള്ള ജോലികളെല്ലാം വരും. UPSC വഴി, SSC വഴി, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, പൊതുമേഖലാ ബാങ്കുകളിൽ PSC വഴി, ഇന്ത്യൻ ഡിഫൻസ് സർവീസ് മേഖലകളിലെല്ലാം ജോലി സാധ്യതകളുണ്ട്. നേരത്തെ പറഞ്ഞ ജനറൽ കരിയേഴ്സ് എല്ലാം ഇതിന് ബാധകമാണ്. ടാക്സ് അസിസ്റ്റന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ, ഗ്രേഡ് 3 കമ്പൈലർ എക്സാം, ബാങ്കിങ് മേഖല, IT മേഖല, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകൾ എഴുതാം. ടീച്ചിങ് മേഖല. MSc കെമിസ്ട്രി കഴിഞ്ഞാൽ നേരത്തെ ഫിസിക്സിനെ പറഞ്ഞ പോലെ തന്നെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യാവുന്നതാണ്.
ബാർക്കിൽ, ONGCയിൽ, ബെല്ലിൽ, NTPCയിൽ, ISROയിൽ, DRDOയിൽ, ന്യൂഡൽഹിയിലുള്ള ന്യൂക്ലിയർ സയൻസ് സെൻറ്ററിലെല്ലാം ജോലി സാധ്യതകളുണ്ട്. എന്തെല്ലാം ജോലികളിൽ ഏർപ്പെടാം? കെമിസ്റ്റ് ആവാം, കെമിക്കൽ അനലിസ്റ്റ് ആവാം, സയൻറ്റിഫിക് ഓഫീസർ ആവാം, കെമിക്കൽ ലാബുകളിലെ സയൻറ്റിസ്റ്റ് ആവാം, ടീച്ചർ ആവാം, കെമിക്കൽ എഞ്ചിനീയേഴ്സ് ആവാം, ക്വാളിറ്റി കൺട്രോളർ ആവാം. വിവിധ മേഖലകളിൽ ജോലി സാധ്യതകളുണ്ട്. ഭക്ഷണ നിർമ്മാണ വ്യവസായ മേഖലകളിൽ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ, പെട്രോളിയം ഇൻഡസ്ട്രിയിൽ, റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയിൽ, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ, മരുന്ന് നിർമ്മാണ കമ്പനികളിൽ, വളം നിർമ്മാണ കമ്പനികളിൽ, ഡിറ്റർജൻറ്റുകളും പെയിൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളിൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളിൽ, സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ആരോഗ്യ സംരക്ഷണ മേഖലയിൽ, ഓയിൽ കമ്പനികളിൽ, മെഡിക്കൽ ലാബുകളിൽ, കെമിക്കൽ ഇൻഡസ്ട്രീസിൽ, മെറ്റീരിയൽ ടെക്നോളജിസ്റ്റുകളായിട്ട് എല്ലാം ധാരാളം സാധ്യതകളുണ്ട്. MSc ലെവലിൽ വിവിധ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. BSc കഴിഞ്ഞ കുട്ടികൾക്ക് ചേരാവുന്ന അപ്ലൈഡ് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, അനലൈറ്റിക്കൽ കെമിസ്ട്രി, ഇതിലെല്ലാം MSc കോഴ്സുകളൊന്നുണ്ട്. ചില റയർ സ്പെഷ്യലൈസേഷൻസ് ആണ് MSc ലെവലിൽ. MSc ഹൈഡ്രോ കെമിസ്ട്രി, ടെക്സ്റ്റൈൽ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ്, ബയോമെഡിക്കൽ കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി. കെമിസ്ട്രി പഠിക്കാവുന്ന ചില പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഓരോ വർഷവും 12 കുട്ടികളെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കൊൽക്കത്തയിലുള്ള സത്യേന്ദ്രനാഥ് ബോസ് നാഷണൽ സെൻറ്റർ ഫോർ ബേസിക് സയൻസ് കെമിക്കൽ സയൻസിൽ ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതുപോലെ ബാംഗ്ലൂരിലുള്ള ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് സെൻറ്റർ കെമിസ്ട്രിയിൽ PhD പ്രോഗ്രാം നടത്തുന്നു. മുംബൈയിലുള്ള ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് കെമിസ്ട്രിയിൽ ഗവേഷണ സാധ്യതകൾ അവിടെയുണ്ട്. വിവിധ IITകൾ ചെന്നൈ, മുംബൈ, ഡൽഹി, ഗുവാഹത്തി, കാൺപൂർ, റൂർക്കി ഇവിടെയെല്ലാം MSc കെമിസ്ട്രി കോഴ്സുകൾ നടത്തുന്നുണ്ട്. JAM അഥവാ ജോയിൻ്റ് അഡ്മിഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രവേശനം. IIT ഖരഗ്പൂർ MSc PhD കെമിസ്ട്രി നടത്തുന്നുണ്ട്, ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. IIT മദ്രാസ് MSc കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി നടത്തുന്നുണ്ട്. കേരളത്തിലെ കുസാറ്റ് MSc അപ്ലൈഡ് കെമിസ്ട്രി അതുപോലെ ഹൈഡ്രോ കെമിസ്ട്രി കോഴ്സ് നടത്തുന്നുണ്ട്. MSc ഇൻ അപ്ലൈഡ് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കെമിസ്ട്രി. കേരള യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ MSc കെമിസ്ട്രി ഉണ്ട്. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ് നടത്തുന്ന MSc കെമിസ്ട്രി, മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ലൈഫ് സയൻസ് നടത്തുന്ന MSc അഡ്വാൻസ്ഡ് ബയോ കെമിസ്ട്രി, AMS ന്യൂഡൽഹി MSc ബയോ കെമിസ്ട്രി നടത്തുന്നുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ MSc ബയോകെമിസ്ട്രി അതുപോലെ MSc മോളിക്കുലാർ ബയോളജി, MSc കെമിക്കൽ സയൻസ്. മുംബൈ യൂണിവേഴ്സിറ്റി MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc ഇനോർഗാനിക് കെമിസ്ട്രി, MSc ഓർഗാനിക് കെമിസ്ട്രി, MSc ഫിസിക്കൽ കെമിസ്ട്രി. അളഗപ്പ യൂണിവേഴ്സിറ്റി MSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, MSc ടെക്സ്റ്റൈൽ കെമിസ്ട്രി, MSc ഇലക്ട്രോ കെമിസ്ട്രി. വെല്ലൂരുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് CMC വെല്ലൂർ MSc ബയോകെമിസ്ട്രി. ഇതെല്ലാം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഫിസിക്സ് കഴിഞ്ഞാൽ എഴുതാവുന്നത് പോലെ തന്നെ കെമിസ്ട്രി കഴിഞ്ഞാലും BSc കെമിസ്ട്രി കഴിഞ്ഞാലും JAM, കുസാറ്റ്, CAT എക്സാമുകൾ എഴുതാം. MSc ഫിസിക്സ് കഴിഞ്ഞാൽ എഴുതാവുന്ന പോലെ തന്നെ ഇവിടെ MSc കെമിസ്ട്രി കഴിഞ്ഞാലും ജസ്റ്റ് JRF നെറ്റ്, ഗേറ്റ് പോലെയുള്ള എക്സാമുകൾ എഴുതാം. ഇനി ബോട്ടണി പഠിക്കാനുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒന്ന് നോക്കാം. ഒന്ന്, ലവ് ഓഫ് നേച്ചർ, പ്രകൃതിയോടുള്ള ഒരു സ്നേഹം വേണം. അങ്ങേയറ്റം ക്ഷമ വേണം. ഫീൽഡ് വർക്കുകളൊക്കെ ചെയ്യാനുള്ള താല്പര്യം വേണം. കൊഗ്നിറ്റീവ് സ്കില്ല് വേണം. സ്പിരിറ്റ് ഓഫ് അഡ്വെഞ്ചർ, ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഇതെല്ലാം ആവശ്യമാണ്. ജോലിയുടെ സ്വഭാവം, ബൊട്ടണിസ്റ്റുകൾ പ്രധാനമായിട്ടും പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബയോഫിസിസ്റ്റുകളാണെങ്കിൽ ഫിസിക്സ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എനർജി ഇതൊക്കെ ലിവിങ് സെല്ലുകളോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ജീവികളുടെ ജീവൽ പ്രവർത്തനങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പഠിക്കുന്നു. ഇക്കോളജിസ്റ്റുകളാണെങ്കിൽ ജീവികളും അവയുടെ പരിസ്ഥിതികളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബയോളജിക്കൽ സയൻറ്റിസ്റ്റുകൾക്ക് ലോങ്ങർ അവേഴ്സ് ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ബോട്ടണി കഴിഞ്ഞാൽ എന്തെല്ലാം ജോലികൾ, പ്ലാന്റ് എക്സ്പ്ലോറർ ആവാം, കൺസർവേഷനിസ്റ്റുകളാവാം, ഇക്കോളജിസ്റ്റുകളാവാം, എൻവയോൺമെൻറ്റ് കൺസൾട്ടൻസ് ആവാം, ഹോർട്ടിക്കൾച്ചറിസ്റ്റ്, പ്ലാന്റ് ബയോകെമിസ്റ്റ്, റിസർച്ചേഴ്സ് ആവാം, ഫീൽഡ് അസിസ്റ്റൻ്റ് ആവാം, മോളിക്കുലാർ ബയോളജിസ്റ്റ് ആവാം, പ്ലാന്റ് ബ്രീഡേഴ്സ് ആവാം, പാലിയോ ബൊട്ടാണിസ്റ്റുകളാവാം, ഫോസിലുകളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആളുകളാവാം, ജനറ്റിസിസ്റ്റ്, പ്ലാന്റ് ബയോകെമിസ്റ്റ് ആവാം, ഫാമിംഗ് കൺസൾട്ടൻ്റ് ആവാം, പ്ലാന്റ് പാത്തോളജിസ്റ്റ്, ഡോക്യുമെൻ്ററി മേക്കേഴ്സ് ആവാം,
ഫോറൻസിക് എക്സ്പേർട്സ് ആവാം, ലാബ് ടെക്നീഷ്യൻസ് ആവാം, ഫോറൻസിക് ജേർണലിസം മേഖലയിലേക്ക് പോവാം, ടീച്ചിങ് മേഖലയിലേക്ക് പോവാം. എവിടെയെല്ലാം ജോലി സാധ്യതകളുണ്ട്? ഫുഡ് കമ്പനികളിൽ, ഫോറസ്റ്റ് സർവീസുകളിൽ, ബയോടെക്നോളജി ഫേംസിൽ, ഓയിൽ ഇൻഡസ്ട്രിയിൽ, ലാൻഡ് മാനേജ്മെൻറ്റ് ഏജൻസികളിൽ, സീഡ് ആൻഡ് നഴ്സറി കമ്പനികളിൽ, പ്ലാന്റ് ഹെൽത്ത് ഇൻസ്പെക്ഷൻ സർവീസിൽ, നാഷണൽ പാർക്കുകളിൽ, ബയോളജിക്കൽ സപ്ലൈ ഹൗസുകളിൽ, പ്ലാന്റ് റിസോഴ്സ് ലബോറട്ടറികളിൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. MSc ലെവലിൽ സ്പെഷ്യലൈസേഷനുള്ള ചില ബ്രാഞ്ചുകളാണ് പ്ലാന്റ് ബയോടെക്നോളജി, ബയോഇൻഫർമാറ്റിക്സ്, മൈക്രോബയോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, ഫോറസ്ട്രി, സീഡ് ടെക്നോളജി, ഫോറസ്ട്രി മാനേജ്മെൻറ്റ്, പാലിയൻറ്റോളജി, സൈറ്റോളജി, ലൈക്കനോളജി, എക്കണോമിക് ബോട്ടണി, പാലിനോളജി. പാലിനോളജി എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് പാലിനോളജി എന്ന് പറയുന്നത്. പാലിയോ ബോട്ടണി, ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ബോട്ടണിയുടെ ബ്രാഞ്ച്. ബ്രയോളജി, ബ്രയോഫൈറ്റുകളെ കുറിച്ച് പഠിക്കുന്നത്. എത്തനോ ബോട്ടണി, ഫൈക്കോളജി, ഫൈറ്റോകെമിസ്ട്രി, പ്ലാന്റ് മോർഫോളജി, ഫൈറ്റോപാത്തോളജി, പ്ലാന്റ് അനാറ്റമി, പ്ലാന്റ് ഫിസിയോളജി, പ്ലാന്റ് ജെനറ്റിക്സ്, അഗ്രോണമി, ഹോർട്ടിക്കൾച്ചർ, പ്ലാന്റ് ഇക്കോളജി, പ്ലാന്റ് സിസ്റ്റമാറ്റിക്സ്. ഇങ്ങനെ വിവിധ ബ്രാഞ്ചുകളിൽ സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ് MSc ലെവലിൽ. ധാരാളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ബോട്ടണി മേഖലയിലും. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലുള്ള ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് MSc ആൻഡ് PhD നടത്തുന്നു. തൃശ്ശൂർ പീച്ചിയിലുള്ള KFRI, ട്രിവാൻഡ്രത്തുള്ള TBGRI. ഇത്രയുമാണ് ബോട്ടണി. ദെൻ സുവോളജി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ശ്രദ്ധിക്കുക. ലവ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളോടുള്ളൊരു സ്നേഹം വേണം, ക്ഷമ വേണം, ഫീൽഡ് വർക്കുകളൊക്കെ ചെയ്യാനുള്ള താല്പര്യം വേണം, കൊഗ്നിറ്റീവ് സ്കിൽസ്, അഡ്വഞ്ചർ ഇഷ്ടം വേണം, ക്യൂരിയോസിറ്റി. ജോലിയുടെ സ്വഭാവം, സുവോളജിസ്റ്റുകൾ പ്രധാനമായിട്ടും ജന്തുക്കളെക്കുറിച്ചും വൈൽഡ് ലൈഫിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഇനി ബോട്ടണിക്ക് ബാധകമായിട്ടുള്ള തന്നെയാണ് ഇവിടെയും പ്രധാനമായിട്ടും വരുന്ന മറ്റു ചില കാര്യങ്ങളും. ബയോഫിസിസ്റ്റുകളാണെങ്കിൽ ഫിസിക്സ് എങ്ങനെ സെല്ലുകളുമായിട്ടും ജീവികളുടെ ജീവൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുന്നു. അക്വാട്ടിക് ബയോളജിസ്റ്റുകളാണെങ്കിൽ വെള്ളത്തിലുള്ള സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇക്കോളജിസ്റ്റുകൾ ജീവികളും അവയുടെ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. പോപ്പുലേഷൻ സൈസ്, പൊല്യൂട്ടൻസ്, റെയിൻഫാൾ, ടെമ്പറേച്ചർ, ആൾട്ടിറ്റ്യൂഡ് ഇവയുടെയൊക്കെ എഫക്റ്റുകൾ അവർ പഠിക്കുന്നു. നേരത്തെ ബോട്ടണിക്ക് പറഞ്ഞ പോലെ തന്നെ ബയോളജിക്കൽ സയൻറ്റിസ്റ്റുകൾ ദീർഘസമയം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. വിവിധ ജോലികൾ അനിമൽ ബിഹേവിയറിസ്റ്റായിട്ട്, അനിമൽ ബ്രീഡേഴ്സായിട്ട്, അനിമൽ ട്രെയിനേഴ്സായിട്ട്, അനിമൽ കെയർ ടേക്കേഴ്സായിട്ട്, അനിമൽ ആൻഡ് വൈൽഡ് ലൈഫ് എഡ്യൂക്കേറ്റേഴ്സായിട്ട്, അനിമൽ റീഹാബിലിറ്റേറ്റേഴ്സായിട്ട്, കൺസർവേഷനിസ്റ്റുകളായിട്ട്, ഡോക്യുമെൻ്ററി മേക്കേഴ്സായി, ഫോറൻസിക് എക്സ്പേർട്സായിട്ട്, ലാബ് ടെക്നീഷ്യൻസായിട്ട് ലാബുകളിലൊക്കെ, റിസർച്ചേഴ്സായിട്ട്, വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റായിട്ട്, സൂ കീപ്പേഴ്സായിട്ട്, അക്വാകൾച്ചറിസ്റ്റായിട്ട്, കൺസർവേഷനിസ്റ്റായിട്ട്, എംബ്രിയോളജിസ്റ്റായിട്ട്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് മേഖലയിൽ, എൻവയോൺമെൻറ്റൽ കൺസൾട്ടൻസി മേഖലയിൽ, ഫിഷറീസ് മാനേജ്മെൻറ്റ് മേഖലയിൽ, ഫോറൻസിക് ജേർണലിസം മേഖലയിൽ, മറൈൻ ബയോളജിസ്റ്റായിട്ട്, മ്യൂസിയം ക്യൂറേറ്ററായിട്ട്, പാരസൈറ്റോളജി മേഖലയിൽ, പെസ്റ്റ് കൺട്രോള്, അതുപോലെ തന്നെ എൻറ്റമോളജി ലാബിൽ അസിസ്റ്റൻ്റായിട്ട്, റിസർച്ച് ടാക്സോണമിസ്റ്റായിട്ട്, ടീച്ചിങ് മേഖലയിൽ സൂ കീപ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻ്റായിട്ടോ. MSc ലെവലിലുള്ള ചില സ്പെഷ്യലൈസേഷൻസ് ആണ് അഡ്വാൻസ്ഡ് സുവോളജി, ബയോടെക്നോളജി, അഡ്വാൻസ്ഡ് സുവോളജി ആൻഡ് അനിമൽ ബയോടെക്നോളജി, ബയോഇൻഫർമാറ്റിക്സ്, മൈക്രോബയോളജി, എൻവയോൺമെൻറ്റൽ സയൻസ്, വൈൽഡ് ലൈഫ് സയൻസ്, അനാറ്റമി, ഫോറസ്ട്രി, സെറികൾച്ചർ, ഫോറസ്ട്രി മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ആൻഡ് അനിമൽ ബയോടെക്നോളജി, പാലിയൻറ്റോളജി, എൻഡമോളജി, സൈറ്റോളജി, ഓണിത്തോളജി. MSc ലെവലിലുള്ള ചില റയർ സ്പെഷ്യലൈസേഷൻസ് ആണ് അക്കാരോളജി, അരാക്നോളജി, ഇത്തോളജി, ഇക്തിയോളജി, ആന്ത്രോസുവോളജി, ഓങ്കോളജി, ഹെൽമിന്തോളജി, മാമോളജി, ന്യൂറോ ഇത്തോളജി, മെർമിക്കോളജി, നെമറ്റോളജി, മലാക്കോളജി, പ്രൈമറ്റോളജി, ഹെർപ്പിറ്റോളജി എന്നിവ. ചില പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കുസാറ്റ്, എൻവയോൺമെൻറ്റൽ ടെക്നോളജി ആൻഡ് മറൈൻ ബയോളജി, ബാംഗ്ലൂരിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് ജെനറ്റിക്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, ഭോപ്പാലിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, മഹാരാഷ്ട്രയിലുള്ള താനെയിലുള്ള ബിർള കോളേജ്, ലക്നൌവിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടോക്സിക്കോളജി റിസർച്ച്,
മൈസൂരിലുള്ള സെൻട്രൽ സെറികൾച്ചർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സെറികൾച്ചർ ടെക്നോളജി കോഴ്സ് നടത്തുന്നു. കോട്ടയത്തുള്ള MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് അപ്ലൈഡ് സയൻസ് ഫിഷറി ബയോളജി ആൻഡ് അക്വാകൾച്ചറിൽ MSc കോഴ്സ് നടത്തുന്നുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അനാറ്റമിയിൽ MSc കോഴ്സ് നടത്തുന്നുണ്ട്. ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പോർട്ട് ബ്ലെയറിലെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ന്യൂഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ സെൻറ്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് യൂണിവേഴ്സിറ്റി, ലക്നൌവിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഇൻ്റഗ്രേറ്റഡ് MSc ആൻഡ് PhD നടത്തുന്നു, ഡെറാഡൂണിലുള്ള വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയുമാണ് സുവോളജി. അപ്പോൾ ഇത്രയുമാണ് പ്യൂർ സയൻസ് കോഴ്സുകൾ, +2 സയൻസ് കഴിഞ്ഞാൽ ചേരാവുന്ന പ്യൂർ സയൻസ് കോഴ്സുകളെക്കുറിച്ച്. ഓക്കെ, താങ്ക് യു.